കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. മുപ്പട്ട ബുധനാഴ്ച. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. അതേപോലെ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അതിന് ശേഷം അങ്ങനെ വരുമ്പോൾ കാളിയമർദ്ദന രൂപം കാണാം. അതിന് ശേഷം അങ്ങനെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അപ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്ക് ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നാരായണി എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയണം. ആ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറച്ചും ആ ഒരു തിളക്കാണ്. ആകെ പൂക്കളും എല്ലാം കൂടി നിറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, പട്ടുകോണകം ഞെറിഞ്ഞ് പട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതേപോലെ ഊഞ്ഞാലിൻ്റെ പടി കാണാണ്ട് ഇരിക്കുകയാണ്. ഊഞ്ഞാലുമ്മിൽ പിടിച്ചിരിക്കുക. അപ്പോൾ 2 കൈ കൊണ്ടും ഊഞ്ഞാലിങ്ങനെ പിടിച്ചിട്ട് ഉണ്ണി ആടാൻ തയ്യാറായിട്ടാണ്. അപ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, അതേപോലെ അരയിൽ പൊന്നോടക്കുഴൽ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറത്ത് ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കാതിൽ ചെവിപ്പൂക്കളുണ്ട്, തിരുനെറ്റിയിലൊരു ഗോപീതിലകം, പിന്നെ അങ്ങനെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. 3 തിരുമുടി മാലകളുണ്ട്. തെച്ചിയുണ്ട്, വെളുത്ത പൂവുണ്ട്, തുളസിയുണ്ട്, അതേപോലെ തന്നെ 2 ഉണ്ടമാലകളുണ്ട്. അതിലൊന്ന് അടിയിൽ താമരയായിട്ടുള്ളൊരു താമരമാല പോലെ. പിന്നെ തെച്ചി ആണ് നല്ല ചുവപ്പാണ് കൂടുതൽ. അതിൻ്റെ ഇടയിൽ കുറച്ച് വെളുപ്പ് ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. എല്ലാവരും നന്നായിട്ട് ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ ഉണ്ണി ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചിരി നമ്മളിലേക്കും കൂടി എത്തുകയാണ്. നമ്മളെന്ത് വ്യത ഉണ്ടെങ്കിലും അവിടെ അങ്ങോട്ട് തീരുകയാണ്. ആ ഉണ്ണിയുടെ ചിരിയിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് അതിനുശേഷം സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശനെ കാണാം. ഗണേശൻ്റെ അടുത്തെത്തുമ്പോൾ ചെറിയൊരു തിരക്കുണ്ട്. ഒരു മഞ്ഞപ്പട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ണും പിരിയൊക്കെ അങ്ങനെ ചെറിയ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. മുഖമൊന്നും ചാർത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കരിവീരനായ മഞ്ഞപ്പട്ടെടുത്ത ഗണപതിയാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. ഇന്ന് വരാഹത്തിന് നിറയെ പൂക്കളാട്ടോ. നല്ല മാലകൾ, കുറേ മാലകൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നരസിംഹത്തിനെ കണ്ട് തൊഴുത് ആ ഓദിക്കൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ആനന്ദശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെയും ധാരാളം മാലകളുണ്ട്. വെളുത്ത പൂവാണ് കാര്യമായിട്ടുള്ളത്. ഇടയ്ക്ക് ഒരു താമരയുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. പിന്നെ ആ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും അതേപോലെ ശ്രീരാമചന്ദ്രനും ബലരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. അവിടെയൊക്കെ ഓരോ മാലകളൊക്കെ ഉണ്ട്. പിന്നെ മുരുകനെ നോക്കാം. അവിടെ നിറച്ചും
ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമീനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അവിടെയും മാലകളുണ്ട്, നിറയെ സിന്ദൂരമുണ്ട്, അതേപോലെ ലിഖിതമാല ചാർത്തിയിട്ടുണ്ട്, വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കൊടിമരവും അതേപോലെ ഭഗവാന്റെ ആ നൃത്ത അറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അടുത്ത അറയിലേക്ക് വരുമ്പോൾ കുറൂരമ്മേനെയും അതേപോലെ നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അമ്മയ്ക്ക് ഇന്ന് കാണാനെന്ന് കിരീടമൊന്നുമില്ല, കോളയൊന്നുമില്ല, ചുവന്ന പട്ട് ഞൊറിഞ്ഞുടുപ്പിച്ചിട്ടുണ്ട്, അതേപോലെ ഒരു തുളസിമാല ഉണ്ട്, അതാണ്. പിന്നെ മുകളിൽ ഒരു വലിയൊരു പൊട്ട് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത്രയാണ്. വളരെ സിമ്പിളായിട്ടാണ് അമ്മ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂർ പോകുന്നത് പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം വീണ്ടും ഭഗവാന്റെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ആ ശ്രീകോവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പൊന്നുണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുന്നത് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ വന്ന് കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. അവിടെ ആ കിടാവിളക്കിരുന്ന് കത്തുണ്ടാവും. അതിനുശേഷം നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരികയാണ്. അയ്യപ്പസ്വാമി ഇന്നും അതിസുന്ദരനാട്ടോ. ഇപ്പം എന്തായാലും നിത്യേന ആൾ വളരെ സുന്ദരനായിട്ട് വരികയാണ്. പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്, അതേപോലെ ധാരാളം പൂക്കളുണ്ട്. ഇന്ന് കാണാനേ നല്ല സുന്ദരനായ ഒരു ഉണ്ണിക്കണ്ണൻ്റെ പോലെയാണ് അയ്യപ്പസ്വാമി നിൽക്കുന്നത്. അതെങ്ങനെയാ വെച്ചാൽ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നീലയും മഞ്ഞയായിട്ടുള്ളത് കൊണ്ട് പട്ട് കൊണ്ട് ഇങ്ങനെ ഞൊറിഞ്ഞെന്ന് പറഞ്ഞാൽ പിരിച്ച പോലെ ഇങ്ങനെ എന്താ തലയിൽ കെട്ടൊക്കെ വെക്കണ പോലത്തെ ചെറിയ ഇതായിട്ടുള്ള ചെറിയ കുട്ടികളൊക്കെ തലയിൽ വെക്കില്ലേ, അങ്ങനത്തെ പോലത്തെ പുറക് വശത്ത് അതിങ്ങനെ പിരിച്ചു വെച്ച മാതിരി കാണാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ മടിയിൽ പൊന്നോടക്കുഴൽ വെച്ചിട്ടുണ്ട്. അതേപോലെ പാവുണ്ട് ഉടുപ്പിച്ച് അതിൻ്റെ മുകളിൽ ചുവന്ന പട്ടിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴവും കൊടുത്തിട്ടുണ്ട് കയ്യിൽ. ഒരു കയ്യിൽ പൊന്നോടക്കുഴലും ഒരു കയ്യിൽ പഴവും. മറ്റേ കൈ കൊണ്ടോ അനുഗ്രഹിച്ചും കൊണ്ട് നിൽക്കുക. അപ്പോൾ വളരെ മനോഹരമായി, വളരെ സന്തോഷമായി. ഇന്നത്തെ തിരുമേനി എന്തായാലും നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും അയ്യപ്പൻ വളരെ അതിസുന്ദരനായിട്ടായിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. കോടി അർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി തൊഴുത് നമ്മൾ നേരെ വീണ്ടും ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് അവിടുന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.